2 വർഷവും 3 വർഷമൊക്കെ നീറ്റ് കോച്ചിങ്ങിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരം പറഞ്ഞയച്ച് അവസാനം ഒന്നും ആകാതെ പോകുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. മെഡിക്കൽ ഫീൽഡാണ് ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബേസിക്കലി ബയോളജി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ മേഖലയിൽ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവണം. ഗണിത സംബന്ധമായ, മാത്സ് സംബന്ധമായ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് വലിയ ദുരന്തമായിട്ട് മാറും. സയൻസ് ആണോ കൊമേഴ്സ് ആണോ നല്ലത്? അതല്ല ആർട്സ് വിഷയങ്ങളൊക്കെ പഠിച്ചാൽ ഭാവിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? സയൻസ് പഠിക്കുകയാണെങ്കിലല്ലേ മികച്ച ജോലി അവസരങ്ങൾ കിട്ടുക. SLC റിസൾട്ട് വന്ന സമയമായതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അതല്ല എങ്കിൽ എൻ്റെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ ഒരു ഡോക്ടറാക്കാൻ ആഗ്രഹിച്ചതാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, അതുകൊണ്ട് എങ്ങനെയും എൻ്റെ കുട്ടിയെ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അതിനു വേണ്ടിയിട്ട് നിരന്തരമായ ഓട്ടത്തില്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. മകളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് +2 ശേഷം 2 വർഷവും 3 വർഷമൊക്കെ നീറ്റ് കോച്ചിങ്ങിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരം പറഞ്ഞയച്ച് അവസാനം ഒന്നും ആകാതെ പോകുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. മാത്രമല്ല, അങ്ങനെ രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ എത്തിപ്പെട്ടതിന് ശേഷം അത് തുടരാനാകാതെ പകുതിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളെയും കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രക്ഷിതാക്കളെ സംബന്ധിച്ച് പലപ്പോഴും ഒരു ദുരഭിമാനമാണ്, എൻ്റെ കുട്ടി ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അങ്ങനെ ഫാമിലിയിൽ എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ കുട്ടികളെ മനസ്സിലാക്കാതെ, അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ എടുത്തു ചാടുന്നത് കൊണ്ടാണ്. ഇവിടെ കരിയർ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കുട്ടി അവന്റെ കരിയർ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് അവരുടെ കുട്ടിയുടെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി എന്ന് മലയാളത്തിൽ പറയാം. അതായത് മെഡിക്കൽ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക്, അതല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും മേഖലയിലേക്ക്, ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ട് സംബന്ധമായ ആ ഒരു മേഖലയിലുള്ള ഒരുപാട് സാധ്യതകളാണ് കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇപ്പൊ 100 കണക്കിന് ശാഖകള് എഞ്ചിനീയറിംഗിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മെഡിക്കൽ ഫീൽഡാണ് ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബേസിക്കലി ബയോളജി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ മേഖലയിൽ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവണം. ആളുകളുടെ രോഗങ്ങളെ ചികിത്സിക്കുന്ന ആളാണ് MBBS ഡോക്ടർ എന്ന് പറയുന്ന. ആത്യന്തികമായിട്ട് അവര് ബയോളജിയിൽ നിന്ന് തുടങ്ങി മനുഷ്യ ശരീരത്തെ പറ്റി, അനാട്ടമി കൂടുതലായിട്ട് പഠിക്കേണ്ട ആളാണ്. ആ മേഖല കൈകാര്യം ചെയ്യാനുള്ള ഒരു അഭിരുചി ആ കുട്ടിക്കുണ്ടോ? വളരെ പ്രധാനമാണ്. ഇപ്പൊ നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്ന ആളാണെങ്കിൽ, നഴ്സിംഗ് എന്ന് പറയുന്ന തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു രോഗിയെ വളരെ കെയറോടുകൂടെ, നല്ല കെയറിങ് കൊടുത്തുകൊണ്ട് ശുശ്രൂഷിക്കുന്ന, പലപ്പോഴും അത്തരം നഴ്സുമാരുടെ സാന്നിധ്യമാണ് രോഗികളുടെ രോഗം പെട്ടെന്ന് ശമിക്കാൻ അല്ലെങ്കിൽ സുഖപ്പെട്ടു വരാനൊക്കെ കാരണമാവുന്നത്. അപ്പൊ ആ മേഖലയ്ക്ക് പറ്റിയ ഒരു ആറ്റിറ്റ്യൂഡ് മെഡിക്കൽ മേഖലയിലെ, മെഡിക്കലിലെ ഏത് ഫീൽഡാണോ ആ ഫീൽഡിനെ പറ്റിയ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഗണിത സംബന്ധമായ, മാത്സ് സംബന്ധമായ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് വലിയ ദുരന്തമായിട്ട് മാറും. ഇപ്പൊ ചിലപ്പോൾ കാണാറുണ്ട്, പഠിക്കുന്ന കാലത്ത് ടീച്ചറാവാൻ അങ്ങേയറ്റം ആഗ്രഹിച്ച കുട്ടിയായിരിക്കും, ആ കുട്ടിയെ പിടിച്ചിട്ടായിരിക്കും നേരെ കൊണ്ടുപോയിട്ട് എഞ്ചിനീയർ ആക്കുന്നത്. പക്ഷെ എഞ്ചിനീയറിംഗ് കഴിയുന്നതോടുകൂടെ കുട്ടിക്ക് വീണ്ടും ഉള്ളിൽ ആഗ്രഹം മുളമുട്ടാണ്. പഠിക്കുന്ന കാലത്ത് സ്വപ്നം കണ്ട അധ്യാപന മേഖലയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന്. അങ്ങനെ ബിടെക് കഴിഞ്ഞ് വീണ്ടും അധ്യാപകരാവുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി വീണ്ടും ടീച്ചിങ് മേഖലയിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതേപോലെ ടീച്ചിങ് മേഖലയിലേക്ക് പറ്റിയ കോഴ്സുകൾ പഠിച്ചിട്ട് മറ്റു വഴികളിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. അതിന് പരിഹാരം ഏറ്റവും കൃത്യമായിട്ട്
കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള മേഖലകളിലേക്ക് പറഞ്ഞയക്കുക എന്നതാണ്. രക്ഷിതാക്കള് ആ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടത്. അപ്പൊ എന്റെ കുട്ടിക്ക് ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിന് മുന്നേ പരമാവധി അവരോട് സംസാരിച്ച്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളെടുത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്തിലാണ് എന്ന് കണ്ടെത്തുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്കാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ പഠനം പ്രയാസമില്ലാതാവും, എൻജോയ് ചെയ്തിട്ട് അവർക്ക് പഠിക്കാനാവും. മാത്രമല്ല അവരുടെ കരിയർ അവരിഷ്ടപ്പെട്ട മേഖല തന്നെയായിട്ട് മാറുകയും ചെയ്യും. അത് ആ ഒരു രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ ഏറ്റവും ആദ്യമായിട്ട് കിട്ടേണ്ടത് ഈ സ്കൂൾ പഠനകാലത്ത് തന്നെയാണ്. ഇനി അഥവാ സ്കൂൾ പഠനകാലത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നീടുള്ള വഴി ഇപ്പൊ SLC കഴിഞ്ഞ സമയമാണ്. ഈ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഇടപെടാൻ വേണ്ടി പറ്റും. ഓരോ രക്ഷിതാവും അവരുടെ ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് കുട്ടിയെ നിർബന്ധിക്കുന്നതിന് പകരം കുട്ടിയുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കൂടി മനസ്സിലാക്കിയിട്ട്, അത് ഒറ്റയടിക്ക് തീരുമാനം എടുക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും. ഇപ്പൊ ചില കുട്ടികളൊക്കെ എനിക്ക് കൊമേഴ്സ് മതി എന്ന് പറയും. കാരണം എന്താന്ന് ഡീപ്പായിട്ട് അന്വേഷിച്ചാൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൊമേഴ്സ് ആയിരിക്കും തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അത് മാത്രമായിരിക്കും കാരണം ഉണ്ടാവുക. അതല്ലെങ്കിൽ ഞാൻ സയൻസ് പഠിച്ചോളാം, അപ്പൊ നിന്നെ കൊണ്ട് സയൻസ് താങ്ങുമോ, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പഠിക്കാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സയൻസ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും രസകരമായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു രക്ഷിതാവ് 1-2 വർഷം മുമ്പ് കുട്ടിയെ കൊണ്ടുവന്നു. SLC കഴിഞ്ഞിട്ട് ആ കുട്ടിയും അവന്റെ സുഹൃത്തും കൂടി ഒന്നിച്ചിട്ട് ഒരു സമന്വയ സ്ഥാപനത്തില് എൻട്രൻസ് എക്സാം എഴുതി, രണ്ടാളും ഒന്നിച്ചിട്ട്. പക്ഷെ ഈ കുട്ടിക്ക് കിട്ടി, മറ്റേ കുട്ടിക്ക് അവന്റെ ഫ്രണ്ടിന് കിട്ടിയില്ല. അപ്പൊ ഫ്രണ്ടിന് കിട്ടാത്ത കാരണത്താൽ ഈ കുട്ടി എന്ത് ചെയ്തു, ആ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാൻ തയ്യാറായില്ല. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ് അലോട്ട്മെന്റ് വന്നപ്പോ മറ്റേ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. നേരത്തെ സമന്വയ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അതോടുകൂടെ ഈ കുട്ടി ഒരു ഡിപ്രഷനിലേക്ക് പോവാണ്. കാരണം എന്താ, നേരത്തെ സുഹൃത്തിന് വേണ്ടി അവൻ കിട്ടിയ അവസരം മാറ്റിവെച്ചതാണ്. പക്ഷെ അവൻ നല്ലൊരു അവസരം കിട്ടിയപ്പോ ഇവന് വേണ്ടി കാത്തു നിന്നില്ല, അവന് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി. അപ്പൊ അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ബാഹ്യ ഇടപെടൽ കൊണ്ടാണോ എന്റെ കുട്ടി തീരുമാനം എടുക്കുന്നത്, അതല്ല അവന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ഇത് നമ്മൾ അന്വേഷിക്കണം. ഇപ്പൊ ചില രക്ഷിതാക്കളൊക്കെ രാവിലെ കുട്ടിയെ എന്ത് ചെയ്ത് സൈബർ സെന്ററിലേക്ക് അല്ലെങ്കിൽ അക്ഷയയിലേക്ക് പറഞ്ഞേക്കാണ്. എവിടെയെങ്കിലൊക്കെ അപേക്ഷിച്ചിട്ട് പോവാ, എവിടെയെങ്കിലൊക്കെ അപേക്ഷിച്ചിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ആ സ്കൂളിൽ പോയി നീ പഠിച്ചോ, അവിടെ ഏത് കോഴ്സാണ് എന്ന് അന്വേഷിക്കാറില്ല. ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് അധ്യാപന മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ജേർണലിസം പഠിച്ചിട്ട് നല്ലൊരു പത്രപ്രവർത്തകനാകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ നാളെ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് ട്രെയിനിങ്ങിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ ലോകത്തിന്റെ കുട്ടികളുടെ മുമ്പിലുള്ള പുതിയ കാലത്തെ ലോകം മുന്നോട്ട് വെക്കുന്ന അവസരങ്ങൾ ഒരുപാടാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മൾ അറിയുന്ന 1-2 സാധനങ്ങൾ ഉണ്ടാവും. അതിലെല്ലാവർക്കും എനിക്ക് കൗതുകം തോന്നാറുണ്ട്. ഇപ്പൊ ഈ വർഷം നീറ്റ് എക്സാം ഇന്ത്യയിൽ എഴുതിയത് 25 ലക്ഷത്തോളം ആളുകളാണ്. 25 ലക്ഷത്തോളം ആളുകൾ. അതിൽ 1 ലക്ഷത്തോളം ആളുകൾക്കാണ് അവസരം കിട്ടുക. 25 ലക്ഷം വിദ്യാർത്ഥികള് 1 ലക്ഷം സീറ്റ് MBBS സീറ്റിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. കിട്ടാത്ത കുട്ടികളോ, അവരിൽ ഒരുപാട് ആളുകൾ റിപ്പീറ്റ് ചെയ്യാണ് അടുത്ത വർഷം വീണ്ടും നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ ബഹുഭൂരിഭാഗം ആളുകളും കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് അതിൽ ആറ്റിറ്റ്യൂഡ്, അതിലൊരു അഭിരുചി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ കരിയർ ഓപ്റ്റ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത് അവർക്ക് ഈ മേഖല ഇഷ്ടപ്പെട്ടതാണോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്നതാണോ, അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ആവശ്യമായ എന്തൊക്കെ സംഗതികളാണോ അതെന്റെ കുട്ടിയിൽ ഉണ്ടോ എന്നുള്ളത് രക്ഷിതാവും അറിയണം, കുട്ടിയും അറിയണം. ഇവര് നിരന്തരമായ ചിലപ്പോൾ സംസാരങ്ങളിലൂടെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു വിദഗ്ധന്റെ സഹായത്തോടു കൂടെയൊക്കെ ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സുകൾ ഇപ്പൊ നമ്മള് ഇടയ്ക്ക് വായിക്കുന്ന വാർത്തയില് സ്ഥിരമായിട്ട് വരുന്ന ഒരു സാധനമാണ് രാജസ്ഥാനിലെ കോട്ടയില് നീറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വലിയ പ്രഗത്ഭമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നിരന്തരം ആത്മഹത്യ നടക്കുന്ന വാർത്തകൾ. അതായത്
ബ്രോയിലർ കോഴി പോലെ നീറ്റിന് വേണ്ടിയിട്ട് കുട്ടിയെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സ്ഥാപനങ്ങളിൽ, അത്തരം സ്ഥാപനങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളാണ് എത്തിപ്പെടുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ രസകരമായിരിക്കും. അവരത് എൻജോയ് ചെയ്യും. മാത്രമല്ല അവർക്ക് നീറ്റ് കിട്ടുകയും ചെയ്യും. ഇതൊരു താല്പര്യമില്ലാത്തൊരു കുട്ടിയെ അത്തരം ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കത് ഓവർലോഡഡ് ആവും, താങ്ങാനാവില്ല. അത് താങ്ങാനാവുന്നില്ല എന്നുള്ളത് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത സന്ദർഭം വരുമ്പോൾ അവര് പിന്നെ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചേക്കാം. അത്തരം വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരികയാണ്. മെഡിക്കൽ കോളേജിലെ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്ന കുട്ടിയുടെ വാർത്ത നമ്മൾ ദിവസവും ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SLC കഴിഞ്ഞ ഈ വർഷം +1 +2 സെലക്ട് ചെയ്യാനിരിക്കുന്ന, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ BHCയിലേക്ക് പോകാനിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ എത്ര വഴികളുണ്ട് എന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ വഴികളിൽ എനിക്ക് ഏതാണോ കൂടുതൽ യോജിക്കുക, എനിക്ക് ചേരുക എന്നത് ആ കുട്ടിയോട് കണ്ടെത്താൻ വേണ്ടി പറയാ. രക്ഷിതാക്കളും കൂടി സഹായിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട പഠന മേഖലയിലേക്ക് എത്തിക്കാൻ അതിന് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആകുമ്പോ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തുള്ള അതുല്യ പ്രതിഭകളായിട്ട് ഒരുപക്ഷെ നമ്മളെ മക്കൾ വളർന്നേക്കാം. ഇപ്പൊ കരിയർ സംബന്ധമായ ഒരു ഭാവിയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അഭിരുചി. ഇൻഷാ അല്ലാഹ് കരിയർ സംബന്ധമായിട്ട് കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.